നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയത് മലയാളിയോ? ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളാണ് പ്രതിയെന്നാണ് സൂചന. ഇടറോഡുകളെല്ലാം നന്നായി അറിയാവുന്ന കള്ളൻ. മോഷണം നടന്ന പ്രദേശത്ത് നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരാൾ തന്നെയാകാം കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതി ഇതര സംസ്ഥാനക്കാരനാകാമെന്ന സംശയം ഉയർന്നിരുന്നു. നിരീക്ഷണ ക്യാമറകളിൽ പെട്ടെങ്കിലും ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കയ്യുറ ധരിച്ചിരുന്നതിനാൽ വിരലടയാളം കിട്ടാനുള്ള സാധ്യതയുമില്ല. ഇയാൾ ബൈക്കുമായി ട്രെയിനിൽ കേരളം വിടാനാണ് സാധ്യതയെന്നാണ് നിഗമനം. മോഷ്ടാവ് സഞ്ചരിച്ചത് TVS എൻറ്റോർഗ് സ്കൂട്ടറിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എൻറ്റോർഗ് സ്കൂട്ടർ തൃശൂർ ജില്ലയിൽ മാത്രം 10,000-ലേറെയാണ്. അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കുക എന്നത് വലിയ കടമ്പയാണ്. ജില്ലയിൽ എൻറ്റോർഗ് സ്കൂട്ടർ ഉള്ളവരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ വ്യാജമാണ്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത സ്കൂട്ടറും കവർച്ചയ്ക്ക് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ പോലീസ് ഇനിയും കുടുക്കിലാകും. മോഷ്ടാവ് ചെറു റോഡുകൾ വഴി കൊടുങ്ങല്ലൂരിലേക്ക് കടന്നു എന്നാണ് സൂചന. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നത് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സഹായമില്ലാതെ കൃത്യമായി ഇത്തരത്തിൽ മോഷണം നടത്താൻ സാധിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ബാങ്ക് ജീവനക്കാരുടെ മൊഴി പോലീസ് വീണ്ടും എടുത്തിട്ടുണ്ട്. 47 ലക്ഷം രൂപയാണ് കൗണ്ടറിൽ അടുക്കുകളാക്കി വെച്ചിരുന്നത്. ഇതിൽ നിന്ന് നടുക്കായി ക്രമീകരിച്ച 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകൾ മാത്രമാണ് പ്രതി കൈക്കലാക്കിയത്. മോഷണം നടന്ന ബാങ്ക് ശാഖയുടെ സുരക്ഷ കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ തന്നെ സുരക്ഷാ ജീവനക്കാരെ ബാങ്കിൽ നിയോഗിച്ചു. പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെ കവർച്ച പ്രത്യേക സംഘം അന്വേഷിക്കും. ചാലക്കുടി DYSP PK സുമേഷിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കേസ് അന്വേഷിക്കുക. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപം നൽകിയ പ്രത്യേക സംഘത്തിൽ ഇൻസ്പെക്ടർമാരായ ചാലക്കുടി സ്റ്റേഷനിലെ MK സജീവ്, അമൃത് രംഗൻ, PK ദാസ്, V ബിജു, സബ് ഇൻസ്പെക്ടർമാരായ N പ്രദീപ്, CS സൂരജ്, CN എബിൻ, K സലീം, PV പാട്രിക് എന്നിവരും ജില്ലാ ക്രൈം സ്ക്വാഡും സൈബർ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡും അടക്കം 25ഓളം പേരാണുള്ളത്. പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിച്ചു. താൽക്കാലികമായി പോലീസ് കാവലുമുണ്ട്. നേരത്തെ മുതൽ ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ ബാങ്കിനെതിരെ ഇടപാടുകാർ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഓഫീസിനുള്ളിൽ പ്യൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്രതീക്ഷിതമായി കവർച്ചക്കാരൻ വന്നപ്പോൾ ഇയാൾ ഭയന്നു. ചെറുത്തുനിൽപ്പിന് പോലും കഴിയുന്ന പരിശീലനം ഇയാൾക്കുണ്ടായിരുന്നില്ല. ഈ സാധ്യത മനസ്സിലാക്കിയ ആളായിരിക്കണം കവർച്ചക്കാരൻ. അതിനാൽ ചെറിയ കറിക്കത്തി മാത്രം കാണിച്ച് 15 ലക്ഷത്തോളം രൂപ കവർന്ന് നിഷ്പ്രയാസം കടന്നു. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ പരിശീലനം ലഭിച്ച ആരും ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. അപായ സൈറൺ പോലും മുഴക്കാൻ കഴിഞ്ഞില്ല. മോഷണ വിവരം ബാങ്കിന് പുറത്തുള്ളവർ അറിയുന്നത് വളരെ കഴിഞ്ഞാണ്. പണ്ട് ബാങ്കുകളിലെല്ലാം സെക്യൂരിറ്റി ജീവനക്കാർ നിർബന്ധമായിരുന്നു. ചിലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പലരും സെക്യൂരിറ്റി ഗാർഡുകളെ പിരിച്ചുവിട്ടു. ഇതും മോഷ്ടാവിന് തുണയായി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ബാങ്കിൽ കവർച്ച നടന്നത്. ബാങ്കിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാനിരിക്കവെയാണ് മോഷ്ടാവ് എത്തുന്നത്. ബൈക്കിൽ മുഖം മറച്ചെത്തിയ അക്രമി ബാങ്കിൽ പ്രവേശിക്കുകയും 2 ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ശുചിമുറിയിൽ പൂട്ടിയിടുകയുമായിരുന്നു. ശേഷം കൗണ്ടറിൽ ഇരുന്ന ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി. പിന്നീട് കൗണ്ടറിലെ ഗ്ലാസ് കസേര ഉപയോഗിച്ച് തല്ലി തകർത്ത് പണം കവരുകയായിരുന്നു.